എല്ലാവർക്കും നമസ്കാരം. ഏഴാം ഭാവം കൊണ്ട് ദേവവിഷയത്തിൽ ജനപദങ്ങളെയും ഭൂഷണങ്ങളെയുമാണ് ചിന്തിക്കാറ്. ചിന്ത്യോ ജനപദോ ദ്യൂനരാശിന ഭൂഷണാനിജ. നൃത്തം ദ്യൂനഗതേ എന്നുള്ളതുകൊണ്ട് ഏഴാം ഭാവം കൊണ്ട് നൃത്തവും ചിന്തിക്കാറുണ്ട്. ഏഴിൽ പാപഗ്രഹം നിന്നാൽ പാപഗ്രഹേ സപ്തമരാശി സംസ്ഥേ ഹാനിം വദേ ദീപവിഭൂഷണാനാം പൂജാ ച തൽസാധനമുത്സവോ വാ വൈകല്യമേഷാം ഘഗതേതു കൽപ്യം. ഈ ശ്ലോകത്തിൽ ഏഴിൽ പാപഗ്രഹം നിന്നാലും 10 പാപഗ്രഹം നിന്നാലുമുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപഗ്രഹേ സപ്തമരാശി സംസ്ഥേ, 7 പാപഗ്രഹം നിന്നാൽ ദീപവിഭൂഷണാനാം ഹാനിം വദേത്, വിളക്കുവയ്പ്, തിരുവാഭരണം എന്നിവയ്ക്ക് ഹാനി, കുറവ്, ഇല്ലായ്മ മുതലായവ സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കണം. സന്ദർഭവശാൽ ഘഗതേതു പൂജാച തൽസാധനമുത്സവഹാവ, 10 പാപഗ്രഹം നിന്നാൽ ഘം 10, പൂജ, പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഉത്സവം ഇവയ്ക്ക് കുറവുണ്ടായിട്ടുണ്ട് എന്നും സൂചിപ്പിക്കണം. മറ്റൊരു ശ്ലോകം പറയുന്നു: ലഗ്നാൽ സപ്തമരാശിപ ശുഭഗ കേന്ദ്രത്രികോണോപഗോ ലഗ്നേശാദപി കേന്ദ്രകോണഗൃഹഗസ്തദ്വർഗസംസ്ഥോപി വ ദേശസ്വാസ്ഥ്യവിഭൂഷണാംബരജയാ പ്രാപ്തിം ച ദീപോന്നതിം പാപർച്ചാന്വയയോഗതസ്തദഖിലം മിശ്രം വദേദ്ദൈവികേ. ലഗ്നാൽ ഏഴാം ഭാവാധിപൻ ശുഭനാവുകയും ലഗ്നത്തിൽ നിന്നും ലഗ്നാധിപനിൽ നിന്നും കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുകയും ശുഭവർഗസ്ഥനാവുകയും ചെയ്താൽ ദേശത്തിന് അഭിവൃദ്ധിയാണ്, സുഖമാണ്, സ്വസ്ഥതയാണ്. പിന്നെയോ ആരോഗ്യസ്ഥിതിയും ഭക്തജനങ്ങൾക്ക് വന്നു ചേരും. ദേവനാകട്ടെ തിരുവാഭരണം, തിരുവുടയാട മുതലായ വഴിപാടുകളായി വരികയും വിളക്കുവെപ്പ് ഭംഗിയായി നടക്കുകയും ചെയ്യും. അതായത് ദീപസ്തംഭം തെളിയിക്കൽ, അതുപോലെ ലക്ഷം ദീപം, ചുറ്റുവിളക്ക് മുതലായ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ഇനി ഈ ഗ്രഹം പാപരാശിയിലാവുകയോ പാപയുക്തനാവുകയോ മറ്റോ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ദോഷങ്ങളെയും പറയണം. അടുത്ത ശ്ലോകം പറയുന്നു: ലഗ്നാൽ സപ്തമരാശിഗോ യതി ഘരോ ദേശേഷ്വരിഷ്ടം പുനർമാലാഗന്ധവിഭൂഷണംബരചയേ ദീപേ ച ഹാനിം വദേത് ഭൗമേ ഹാനിരുദീരിതാതു വസനം ജീർണം ച ഹീനം ശനൗ രാഹ്വാദൗ ശിഥിലം വദേത്സഗുളികേ സത്വാദിനാശം വദേത്. 7 പാപൻ നിന്നാൽ ദേശത്തിന് അശുഭവും മാല, ചന്ദനം, തിരുവാഭരണം, തിരുവുടയാട, വിളക്കുവെപ്പ് ഇവയ്ക്ക് കുറവും നാശവുമുണ്ടെന്നും ആ പാപൻ ചൊവ്വയാണെങ്കിൽ നാശവും ശനിയാണെങ്കിൽ ജീർണതയും നശിച്ചിരിക്കുന്നുവെന്നും ഗുളികനേഴിൽ നിന്നാൽ നാട്ടിൽ നാൽക്കാലി നാശം മുതലായ ആപത്തുകൾ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കണം. പാപാനാമുദയാദയോസ്തഭവനെ ധർമ്മേധവാ കർമ്മഭേ ക്ഷേത്രേശാഹ പ്രതിപത്തിഹീനമതയസ്തസ്മാദിതി പ്രോച്യതാം ഭാവേഷ്വേഷു സമാശ്രിതേക്ഷിതിസുതേ ദേവോത്സവധ്വംസനം ദുർവാദം കലഹം തഥോത്സവവിധൗ ദേവക്രുധാഭൂതിതി.
ലഗ്നാൽ 7-ലോ 9-ലോ 10-ലോ പാപന്മാരുടെ യോഗദൃഷ്ടിയാദികളുണ്ടെങ്കിൽ ക്ഷേത്ര ഉടമസ്ഥന്മാർ, അതായത് ക്ഷേത്രേശന്മാർ അന്യോന്യം സ്നേഹമില്ലാത്തവരാണെന്നും ആ പാപൻ ചൊവ്വയാണെങ്കിൽ ദേവൻ്റെ ഉത്സവം മുടക്കുകയും അനാവശ്യമായ ദുർവ്യവഹാരങ്ങളും ഉത്സവകാലത്ത് വേണ്ടാത്ത കലഹങ്ങളും ഉണ്ടാകുകയാൽ ദേവൻ കോപിച്ചിരിക്കുന്നുവെന്നും സൂചിപ്പിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായും 7-ാം ഭാവവിഷയത്തിൽ വിശേഷമായി സൂചിപ്പിക്കാനുള്ളത്. അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്തേ.